ഒളിക്യാമറ വിവാദത്തിൽ അന്വേഷണം നടക്കട്ടെയെന്ന കോഴിക്കോട്ടെ യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ തന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കട്ടെ. സിപിഎമ്മിന്റെ ഗൂഢാലോചനയുടെ തെളിവുകൾ സമയമായാൽ പുറത്തുവിടുമെന്നും രാഘവൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. എം പിക്കെതിരെയുള്ള ആരോപണം കൂടുതൽ ശക്തമാക്കി സിപിഎം രംഗത്ത് വന്നു. റിയാസ് കേസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ? ഞാൻ പറഞ്ഞത് അത് ഞാനും പരാതി കൊടുത്തിട്ടുണ്ട്. അന്വേഷണം കഴിഞ്ഞ് വരട്ടെ. സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നാണ് പ്രധാനമായ വരട്ടെ, അന്വേഷിക്കട്ടെ. സിപിഎം ആണ് ഗൂഢാലോചന നടത്തിയത്. അതിന്റെ തെളിവുകൾ പുറത്തുവിടും എന്ന് എം പി നേരത്തെ പറഞ്ഞിരുന്നു. എന്തായിരിക്കും അത്? സമയം വരട്ടെ. സമയമാകുമ്പോൾ അത് ഉചിതമായ സമയത്ത് പുറത്തുവിടും. സമയം വരട്ടെ. ഷെഫീഖ് നസറുള്ളയുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. ഷെഫീഖ്, നിലവിലെ സ്റ്റിംഗ് ഓപ്പറേഷൻ കൂടാതെ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നതടക്കമുള്ള നിരവധി പരാതികൾ ഇപ്പോൾ എം കെ രാഘവനെതിരെ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടുതൽ വ്യക്തമായി. താനും കേസ് കൊടുത്തിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്. അത് അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണം സ്വാഗതം ചെയ്യുന്നു എന്നാണ് എം കെ രാഘവൻ എം പി സൂചിപ്പിച്ചിരുന്നത്. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവൂ. താനും കൂടി പരാതി നൽകിയിട്ടുണ്ട്. സിപിഎം പരാതി നൽകിയത് അന്വേഷിക്കട്ടെ, തൻ്റെ സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കുന്നതിൽ കുഴപ്പമില്ല, തൻ്റെ പൊതുജീവിതം പകലുപോലെ വ്യക്തമാണ് എന്ന സ്വഭാവത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ അദ്ദേഹം ഇത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തൻ്റെ 10 വർഷത്തെ ജീവിതത്തെക്കുറിച്ച് കോഴിക്കോടുള്ളവർക്ക് അറിയാം. ഒന്നും മറച്ചു വെക്കാനില്ല. തൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണം താൻ സ്വാഗതം ചെയ്യുന്നു. തനിക്കെതിരായ എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയാണ് എം കെ രാഘവൻ. ഷെഫീഖ് നസറുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.